നമ്മുടെ റെസിപ്പി ഒരു ശിവരാത്രി സ്പെഷ്യലാണ്. കർണാടക ട്രഡീഷണൽ ലഡു തമ്പിട്ടു. ഇത് ഫെസ്റ്റിവൽസിൻ്റെ ഒക്കെ സമയത്ത് പൂജയ്ക്ക് നിവേദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ലഡു ആണ്. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ലഡു എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇത് ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 കപ്പോളം ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു 1/2 കപ്പ് വെള്ളത്തിൽ നമുക്ക് ഉരുക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് പച്ചരിയാണ്. നമുക്ക് ഏത് ടൈപ്പ് പച്ചരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് നേരം പരത്തിയിട്ടു. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട്. ഒട്ടും വെള്ളത്തിൻ്റെ ഒരു നനവ് ഉണ്ടാവാൻ പാടില്ല. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഏകദേശം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ചെറുപയറിൻ്റെ പരിപ്പാണ് വേണ്ടത്. ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ട്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ചെറുപയറിൻ്റെ പരിപ്പും നല്ലപോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു 1/4 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് നല്ലപോലെ ചൂടാക്കിയിട്ട് എടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇത് കാരണം ഓൾറെഡി ഇത് റോസ്റ്റഡ് ആണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് എടുത്താൽ മതിയാവും. 1/4 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതും നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതും നല്ലപോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം. അടുത്തത് ഞാൻ ഒരു 1/4 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് മുഴുവനായിട്ടുള്ള വീറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആട്ട എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് ഒന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഏകദേശം ആട്ടയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരിക്കലും കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അരിയാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അരി നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ നല്ലപോലെ പൊടിച്ചെടുക്കുക. രണ്ടും നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടല, ഒരു 3 ഏലക്ക, കപ്പലണ്ടി, അത് നമ്മൾ ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളയണം. അതുകൂടെ ഇട്ട് കൊടുക്കാം. എള്ള്, ആട്ട, ഇവയെല്ലാം ചേർത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കേണ്ടത് ഉണങ്ങിയ തേങ്ങയാണ്. അതായത് നമ്മുടെ നാട്ടിൽ കൊപ്ര എന്നൊക്കെ പറയുന്നത്. അത് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഈ റെസിപ്പിയിൽ വേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധാ ഫ്രഷായിട്ടുള്ള തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കാം. ഫ്രഷായിട്ടുള്ള തേങ്ങ ചേർക്കുമ്പോൾ ഈ ലഡു കുറച്ചുകൂടെ അങ്ങ് സോഫ്റ്റായിട്ട് മാറും. സാധാരണ ഈ ലഡു ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഹാർഡായിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിനുള്ളത്.
പക്ഷേ ഇത് കേടുകൂടാതെ ഒരു 3-4 ദിവസമൊക്കെ ഇരിക്കും. നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് പൊടിക്കുന്നതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ചേർത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും കുറച്ച് ശർക്കരയായിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ചൂടുള്ള ശർക്കര നീര് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ആ മുഴുവൻ ശർക്കര എനിക്ക് വേണ്ടി വന്നിട്ടില്ല. നമ്മളെപ്പോഴും നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് ഞാൻ കാഷ്യൂ നട്ട്സും ബദാമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു ചൂടാവുമ്പോൾ ഇത് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ലഡുകളും തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ലഡുവിനെ ഞാൻ നേരത്തെ നമ്മൾ പൊടികളൊക്കെ പൊടിച്ചപ്പോൾ അതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചൂടോടെ വേണം നമ്മളിത് ഉരുളകളായിട്ട് എടുക്കാനായിട്ട്. കാരണം ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഹാർഡായിട്ട് പോകും. അപ്പോൾ നമുക്ക് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് വേണ്ടതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് ഏകദേശം ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് യൂസ് ചെയ്യണം. ഇപ്പോൾ ഡ്രൈ കോക്കനട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമുക്കിതൊരു 4-5 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. താങ്ക് യു.